കാസർഗോഡ് മണ്ഡലത്തിൽ കെ.എം. ഷാജിയെ യു.ഡി.എഫ് സ്ഥാനാർത്ഥിയാക്കരുത് എന്ന ആവശ്യവുമായി പോസ്റ്റർ. കാസർഗോഡിന്റെ നാശം ഇവിടെ തുടങ്ങുന്നുവെന്നാണ് പോസ്റ്ററിൽ ഉള്ളടക്കം. മുസ്ലിം ലീഗുകാർ എന്ന പേരിലാണ് നഗരത്തിൽ ഈ പോസ്റ്റർ പ്രത്യക്ഷപ്പെടുകയും ചെയ്തത്. സാരംഗ് സുരേഷ് വിവരങ്ങളുമായിട്ട്. സാരംഗ്, ഇനി അങ്ങോട്ടുള്ള ഓരോ മിനിറ്റും ഇതുപോലെ പോസ്റ്ററുകൾ, വിവാദങ്ങളൊക്കെ പ്രതീക്ഷിക്കണം. പ്രത്യേകിച്ചും യു.ഡി.എഫിൽ ഇത് എവിടേക്കാണ്? കാര്യമായ രീതിയിൽ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടോ അതോ ഒന്നോ രണ്ടോ പോസ്റ്ററുകളിൽ ഒതുങ്ങുന്ന പ്രതിഷേധമാണോ? ദിവിഷ്, വളരെ കുറച്ച് പോസ്റ്ററുകൾ തന്നെയാണ് കാസർഗോഡ് നഗരത്തിലെ വിവിധ ഭാഗങ്ങളിൽ ഈ രീതിയിൽ പതിപ്പിച്ചിട്ടുള്ളത്. പക്ഷേ ഏറ്റവും നിർണായകമായ കാര്യം, ഇന്ന് രാവിലെ യു.ഡി.എഫിൻ്റെ ജില്ലാ നേതൃയോഗം നടക്കുന്നതിന് ഏതാനും മണിക്കൂറുകൾക്ക് മുൻപെയാണ് ജില്ലയിലുടനീളം നഗരത്തിലുടനീളം ഈ പോസ്റ്ററുകൾ പതിക്കുന്ന ഒരു കാഴ്ച, പതിക്കപ്പെടുന്ന ഒരു കാഴ്ച കാണുന്നത്. അതിൽ പറയുന്നത് ഇറക്കുമതി സ്ഥാനാർത്ഥികളെ ഈ നാടിന് ആവശ്യമില്ല, കാസർഗോഡിന് ആവശ്യമില്ല, കെ.എം. ഷാജി കാസർഗോഡിന് ചേരുന്ന ഒരാളല്ല എന്നുള്ള രീതിയിലുള്ള പരാമർശങ്ങളടക്കം ഉൾപ്പെടുത്തി മുസ്ലിം ലീഗുകാർ എന്നുള്ള പേരിലാണ് ഈ പോസ്റ്റർ പതിപ്പിച്ചിട്ടുള്ളത്. കാരണം കാസർഗോഡ് സീറ്റുമായി ബന്ധപ്പെട്ട് ജില്ലാ പ്രസിഡന്റ് അടക്കം, ജില്ലാ ജനറൽ സെക്രട്ടറി അടക്കം നിരവധി നേതാക്കളൊക്കെ തന്നെ നേരത്തെ കണ്ടുവച്ചതാണ്. കാരണം ഈ രീതിയിൽ എന്നെ നിൽക്കുന്നതിന് ഇനി ഒരു ടേം ലഭിക്കില്ല എന്നുള്ള ഒരു സൂചനയൊക്കെ തന്നെ ലഭിച്ചതിനെ തുടർന്ന് കാസർഗോഡ് സീറ്റിലേക്ക് കൂടുതൽ നേതാക്കൾ വലിയ തോതിൽ സ്വാധീനവും അതോടൊപ്പം തന്നെ സമ്മർദ്ദവും ഒക്കെ തന്നെ ചെലുത്തുന്നതിനിടയിലാണ് ഇപ്പോൾ കെ.എം. ഷാജി ഇവിടെ എത്തുന്നു എന്നുള്ള ഒരു കൃത്യമായൊരു വിവരം ഇപ്പോൾ ലഭിക്കുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെ പ്രവർത്തകർക്കിടയിലൊക്കെ തന്നെ ചേരിതിരിഞ്ഞ് സൈബർ രംഗത്തൊക്കെ തന്നെ വലിയ തോതിൽ വാഗ്വാദങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതാണ് ഇപ്പോൾ നേരിട്ട് തെരുവിലേക്ക് എത്തുന്ന രീതിയിലേക്ക് ഇപ്പോൾ ഒരു പോസ്റ്റർ പ്രചരണത്തിലേക്ക് എത്തുന്ന കാഴ്ച ഇവിടെ കാണാൻ സാധിക്കുന്നത്. ശരി, എന്തായാലും പല വിധത്തിൽ ഇത്തരത്തിലുള്ള അതൃപ്തികൾ, സ്വാരസ്യങ്ങൾ അതൊക്കെ പോസ്റ്ററുകളായും ഒക്കെ പ്രത്യക്ഷപ്പെടാനുള്ള സാധ്യതകളുണ്ട്. പക്ഷേ തിരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നാൽ പിന്നെ എല്ലാവരും കൂട്ടായി അവരവരുടെ സ്ഥാനാർത്ഥികളുടെ വിജയത്തിന് വേണ്ടി പ്രവർത്തിച്ചാലേ കാര്യമുള്ളൂ. അല്ലെങ്കിൽ പരാജയപ്പെട്ടാൽ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് ഈ അടുത്ത 5 വർഷം കൂടിയാണ് എന്നുകൂടി ഏത് വിമർശനം ഉയർത്തുന്നവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. ഇനി